നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 4th സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 1C ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ് പഠിച്ചത്. അതിൽ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം ഡിസ്ക്രീറ്റ് സീരീസിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. അതായത് A പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് ആ ക്ലാസ്സിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 8 ആണ്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 8ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പം നമുക്ക് ലെസ് ദാൻ 10, ലെസ് ദാൻ 20 അങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ക്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ അത് മിഡ് വാല്യൂ കണ്ടുപിടിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, FX ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യണം? അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 7 നോക്കാം. ഇല്ലുസ്ട്രേഷൻ അപ്പോൾ ഇവിടെ ഇല്ലുസ്ട്രേഷൻ 8 ആണ് എടുത്തിരിക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ 8ൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ലെസ് ദാൻ 10, ലെസ് ദാൻ 20 അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണഗതി നമുക്ക് 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ് ആണ് തരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഈ ലെസ് ദാൻ 10, ലെസ് ദാൻ 20 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ എന്താക്കുക, ക്ലാസ് ആക്കുക. ക്ലാസ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി കൂടെ, ആ ഫ്രീക്വൻസിയിലും അപ്പോൾ വ്യത്യാസമുണ്ട്. അതും നമ്മൾ പ്രത്യേക രീതിയിൽ ഫ്രീക്വൻസിയെ കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നമുക്കിനി ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ്, നമുക്ക് വാല്യൂവും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. വാല്യൂ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40 അങ്ങനെ ലെസ് ദാൻ 80 വരെ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 10 താഴെയുള്ള 4 പേര്, 20 താഴെയുള്ള 16 പേര്, 30 താഴെയുള്ള 40 പേര്, 40 താഴെ 76, 50 താഴെ 96, 60 താഴെ 112, 70 താഴെ 120, 80 താഴെയുള്ളത് 125 പേര്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന വാല്യൂനെ നമുക്ക് ക്ലാസ് ആക്കി മാറ്റണം. ക്ലാസ് ആക്കി മാറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, ലെസ് ദാൻ 10 എന്നാണ് അല്ലേ. ലെസ് ദാൻ 10 എന്ന് പറയുമ്പം 10 താഴെ. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് 10 താഴെ ഒരു മാർക്കാണെങ്കിൽ തന്നെ 10 താഴെ എന്ന് പറയുമ്പോൾ എത്ര വരെ വരാം, 0 വരെ വരാം അല്ലേ. അപ്പോൾ 0 മുതൽ 10 വരെ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ക്ലാസ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, ലെസ് ദാൻ 10 എന്ന് പറയും, 10 താഴെ എന്ന് പറയുമ്പോൾ എത്ര വരെ വരാം, 0 വരെ വരാം. അപ്പോൾ എങ്ങനെ വരും, 0 to 10. 0 to 10 എന്ന് പറയുമ്പം ഫ്രീക്വൻസി എത്ര തന്നെ വരും, 4 തന്നെ വരും. കാരണം ലെസ് ദാൻ 10 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. 10 താഴെ 4 എന്ന് പറയുമ്പോൾ 0-നും 10-നും ഇടയ്ക്കുള്ള 4 പേര്. അടുത്ത് നോക്കിയേ, ലെസ് ദാൻ 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 20 എന്ന് പറയുമ്പോഴും എവിടം വരെ വരാം, 20 മുതൽ 0 വരെ വരാം. പക്ഷെ നമുക്കിവിടെ 0 മുതൽ 10 വരെ 4 നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര തൊട്ട് എടുത്താൽ മതി, 10 മുതൽ 20 വരെ എടുത്താൽ മതി. കാരണം ഇവിടെ എത്ര പറയാം, ലെസ് ദാൻ 20 എന്ന് പറയാം. ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്, 0 മുതൽ 20 വരെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മളിവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, 0 മുതൽ 10 വരെ 4 പേരെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 0 മുതൽ 20 വരെയാണ് എത്ര, 16 പേര്. അപ്പം നമ്മൾ വീണ്ടും അത് എഴുതുമ്പോൾ അത് റിപ്പീറ്റേഷൻ ആയിപ്പോവും. അപ്പം നമുക്കിവിടെ 0 മുതൽ 20 വരെ അല്ല വരേണ്ടത്. എത്ര തൊട്ടാണ്, 10 മുതൽ 20 വരെ. അപ്പം ഈ 16 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്, ഈ 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ ഈ 16-ൽ നിന്നും എന്ത് കുറയ്ക്കുക, 4 കുറച്ചിട്ട് 12 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ 20 എന്നാണ്. ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ 0 to 20 വരെ 16 പേരെന്നാണ് അർത്ഥം. നമ്മൾ ഓൾറെഡി 0 to 10 4 നമുക്കറിയാം. അപ്പോൾ ഈ 16-നകത്ത് ഈ 4-ഉം കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, 10 to 20 മതി നമുക്കിവിടെ. കാരണം 0 to 10 നമുക്കിവിടെ അറിയാം, 10 to 20 മതി. അതുകൊണ്ട് 16-ൽ നിന്നും 4 പോയിട്ട് ബാക്കി 12 ആണ് എടുക്കേണ്ടത്. ഇനി അടുത്ത നോക്കിയാൽ ലെസ് ദാൻ 30. ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ 0 to 30 ആണ്. ഇവിടെ നമുക്ക് 0 to 30 ആണോ വേണ്ടത്, അല്ല, 0 to 30 ആണ് 40 പേര്. നമുക്കിവിടെ 0 to 30 വേണ്ട, കാരണം ഇവിടെ 0 to 10-ഉം 10 to 20 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ എന്താ വേണ്ടത്, 20 to
30 ആണ് വേണ്ടത്. അതുപോലെ ഈ 40 എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്? തൊട്ട് മുകളിലുള്ള 4ഉം 12ഉം ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? 40ൽ നിന്നും ഈ 12ഉം 4ഉം കുറച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ നോക്കിയേ, 40ൽ നിന്നും എത്ര കുറയ്ക്കണം? 16. ഇങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾ ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. നമ്മൾ ഈ 16ൽ നിന്നും 4 കുറച്ചു. ഇനി അടുത്ത 40ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 16 കുറയ്ക്കണം. കാര്യം എന്താണ്? ലെസ് ദാൻ 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30ൽ താഴെ എന്ന് പറയുമ്പോൾ 30, അതായത് 0 മുതൽ 30 വരെ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ദെൻ 40ൽ നിന്നും 16 കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, 40ൽ നിന്ന് 16 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും? 24 വരും. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ അതേപോലെ ഇവിടെ ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ 0 മുതൽ 40 വരെയാണ്. എത്ര? 76. നമുക്ക് 0 മുതൽ 40 വരെ വേണ്ടല്ലോ. 30 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? 76ൽ നിന്നും എന്ത് കുറയ്ക്കുക? 40 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 36. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ 50 എന്ന് പറയുമ്പോൾ 0 മുതൽ 50 വരെയാണ് 96 പേര്. നമുക്ക് എത്ര തൊട്ട് മതി? 40 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 96ൽ നിന്നും 76 കുറയ്ക്കുമ്പോൾ എത്ര വരും? 20. അടുത്ത അതേപോലെ 50 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക. എത്ര വരും? ഇവിടെ എത്ര? 112ൽ നിന്നും എത്ര കുറയ്ക്കണം? 96 കുറയ്ക്കണം. അപ്പം എത്ര വരും? 16. ദെൻ അടുത്ത് നോക്കിയേ, 60 to 70. 120ൽ നിന്നും 112 കുറയ്ക്കുമ്പം 8 വരും. ദെൻ ലാസ്റ്റ് 70 മുതൽ 80 വരെ എന്ന് പറയുമ്പോൾ എത്ര വരും? 125ൽ നിന്നും 120 കുറയ്ക്കുമ്പോൾ 5 വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ആദ്യത്തത് സെയിം തന്നെ അതുപോലെ എഴുതാം. ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 0 to 10 അതേ ഫ്രീക്വൻസി എടുത്ത് എഴുതാം. ബാക്കി എഴുതുമ്പോൾ നമ്മൾ ഓർക്കുക, ലെസ് ദാൻ 20, ലെസ് ദാൻ 30 എന്നൊക്കെ പറയുമ്പം അതിനകത്ത് എന്തുണ്ട്? ഈ തൊട്ട് മുകളിലത്തതും കൂടെ ആഡ് ചെയ്ത് വന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തരുന്നത്. നമുക്ക് അതല്ല വേണ്ടുന്നത്. അപ്പം നമ്മൾ ലെസ് ദാൻ 20 എന്ന് പറയുമ്പം 0 to 20 വരെയാണ് 16. അപ്പം നമുക്ക് എന്ത് മതി? 10 to 20 മതി. അപ്പോൾ ഈ 0 to 10 വരെ ഉള്ളത് അതിൽ നിന്നും അങ്ങ് കുറയ്ക്കുക. അതായത് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വേണം ഫ്രീക്വൻസി എഴുതാൻ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ പഴയതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിനെ നമ്മൾ എന്താക്കുക? മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. മിഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 5, 15, 25, 35, 45, 55, 65, 75. ഓക്കെ, അത് നമുക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താ, ഇത് എന്തൊരു മെത്തേഡെന്നാണ് പറഞ്ഞത്? ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടി, അതായത് വലിയ എമൗണ്ടിലോട്ട് പോവാതെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ എക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഒരു അസ്യൂംഡ് മീൻ എടുക്കുക. ഇതിൽ നിന്ന് നമുക്കിപ്പം 35നെ നമുക്ക് എന്തെടുക്കാം? അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ അസ്യൂംഡ് മീൻ ഓരോ വാല്യൂവിൽ നിന്നും എന്ത് ചെയ്യുക? കുറയ്ക്കുക. നമ്മുടെ എക്സിനെ ഒന്നും കൂടി ചെറുതാക്കാൻ. കാരണം നമ്മൾ ഇപ്പം ഈ എക്സ് കൊണ്ട് എഫിനെ ഗുണിക്കുമ്പോൾ വലിയ എമൗണ്ടുകൾ വരും. അപ്പോൾ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന എക്സിൽ നിന്ന് ഇഷ്ടമുള്ളത് ഒന്നുകിൽ 5 എടുക്കാം, അല്ലെ 15 എടുക്കാം, 25 75 വരെയുള്ള വാല്യൂവിൽ ഈ എക്സിനകത്ത് നിന്ന് ഏത് വേണേലും നമുക്ക് അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. അപ്പം നമുക്കിവിടെ 35 ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൽ നിന്നുമാണ് എന്ത് കുറയ്ക്കേണ്ടത്? ഒരിക്കലും 35ൽ നിന്നും 5 അല്ല കുറയ്ക്കേണ്ടത്. നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? dx ആണ്. dx എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ എക്സ് മൈനസ് എ ആണ് dx എന്ന് പറയുന്നത്. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും? 5ൽ നിന്നും നമ്മുടെ ഇവിടുത്തെ എ എന്താണ്? 35 ആണ്. 5ൽ നിന്ന് 35 കുറയ്ക്കുമ്പോൾ എങ്ങനെ വരും? -30 എന്ന് വരും. ഓക്കെ, അടുത്ത എങ്ങനെ വരും? 15ൽ നിന്നും 35 കുറയ്ക്കുമ്പം -20. ദെൻ 25ൽ നിന്നും എന്ത് കുറയ്ക്കുമ്പോൾ? 35 കുറയ്ക്കുമ്പം -10. ഇവിടെ എന്താവും? 35ൽ നിന്ന് 35 കുറയ്ക്കുമ്പം 0. ദെൻ 10, 20, 30, 40.
ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡി എക്സ് കിട്ടി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇനി ഈ എക്സിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എഫും ഡി എക്സും തമ്മിൽ ഗുണിച്ച് എഫ് ഡി എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിനി എഫ് ഡി എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഫും ഡി എക്സും. നമുക്കിനി എക്സിന്റെ ആവശ്യം ഇല്ല. എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ചെറുതാക്കിയതാണ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി എഫും ഡി എക്സും തമ്മിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കിയേ, എഫ് ഇവിടെ എത്രയാണ്? 4 ഗുണം ഡി എക്സ് എന്താണ്? -30. അപ്പൊ എങ്ങനെ വരും? -120. അടുത്ത് നോക്കിയേ, 12 ഗുണം -20. അപ്പൊ എത്ര വരും? -240. അടുത്ത എങ്ങനെ വരും? 24 ഗുണം -10 എന്ന് പറയുമ്പോൾ -240. ഇനി 36 ഗുണം 0 എന്ത് തന്നെ വരും? 0 വരും. ഇനി 20 ഗുണം 10 എത്ര വരും? 200. 16 ഗുണം 20 അപ്പൊ എത്ര വരും? 320. then അടുത്തതോ 8 ഗുണം 30 240. ലാസ്റ്റ് വൺ 200. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എഫിന്റെ കോളവും ടോട്ടൽ ചെയ്യുക, എഫ് ഡി എക്സിന്റെ കോളവും ടോട്ടൽ ചെയ്യുക. അപ്പൊ എഫിന്റെ കോളം ഇങ്ങോട്ട് എഴുതുന്ന സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എഫിന്റെ കോളം ടോട്ടൽ ചെയ്യുമ്പം 125 കിട്ടും. എഫ് ഡി എക്സിന്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൈനസും പ്ലസും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പോസിറ്റീവ് ഫിഗർ എല്ലാം കൂടെ കൂട്ടുക, അതിനുശേഷം ഈ നെഗറ്റീവ് ഫിഗർ എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ഇതിൽ ഏത് വാല്യൂ ആണ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കൂടി നിൽക്കുന്നത് നോക്കുക, എന്നിട്ട് അതിൻ്റെ സിമ്പൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവുകളാണ് കൂടി നിൽക്കുന്നത് അല്ലേ? കാരണം പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് തന്നെ എത്ര വരും? 500, 700, 960 വരും. 960 നിന്നും ഇത് എത്രയുടെ കൂട്ടുമ്പോൾ കുറച്ച് എമൗണ്ടേ വരും അല്ലേ? 480, 500, 600 വരുന്നുള്ളൂ. അപ്പം 960 നിന്നും 600 കുറയ്ക്കുമ്പം ബാക്കി എത്ര വരും? 360 വരും. അപ്പൊ ഇവിടെ കൂടി നിൽക്കുന്ന ഏതാ? പോസിറ്റീവ് ഫിഗർ ആണ്. പോസിറ്റീവ് ഫിഗർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 960 വരും. നെഗറ്റീവ് ഫിഗർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ -600 വരും. അപ്പൊ 960 നിന്നും 600 കുറയ്ക്കുമ്പോൾ 360 വരും. ഇതിൽ ഏതാണ് കൂടി നിന്നത്? പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ഇത് എന്ത് വരും? +360 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള 360 വരും. അപ്പൊ എഫ് ഡി എക്സിന്റെ ടോട്ടൽ എന്ന് പറയുമ്പം 360. ഇപ്പം നെഗറ്റീവ് ഫിഗർ ആണ് കൂടി നിന്നിരുന്നെങ്കിലോ -360 എന്ന് വന്നേനെ. അപ്പം നമുക്ക് എഫ് 125 കിട്ടി, എഫ് ഡി എക്സ് 360 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻസ് നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെയാണ്, നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടുപിടിച്ചപ്പോൾ ഉള്ള ഇക്വേഷൻ തന്നെയാണ്. മീൻ = a + സിഗ്മ എഫ് ഡി എക്സ് /n. ഇക്വേഷനകത്ത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് മീൻ ആണ് അല്ലേ? നമ്മൾ ഏതാണോ എക്സിനകത്ത് നിന്നും അസ്യൂംഡ് മീനായിട്ട് എടുത്തത് അതാണ് ഇവിടുത്തെ എ. അപ്പം നമ്മളുടെ അസ്യൂംഡ് മീനായിട്ട് എടുത്ത് എത്രയായിരുന്നു? 35 ആയിരുന്നു. ദെൻ സിഗ്മ എഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഡി എക്സിന്റെ ടോട്ടലാണ്. അത് എത്രയാണ്? 360 / n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. എത്രയാണ്? 125. 360നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പം 1.85 ആണ് കിട്ടുന്നത്. ഈ 35 അതുപോലെ എഴുതുക, +1.85. ഇനി എന്ത് ചെയ്യാം? 35ഉം ഈ 1.85ഉം തമ്മിൽ കൂട്ടുമ്പം 36.85. ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മൾ ഇക്വേഷൻ നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ ലെസ് ദാൻ എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടുപിടിക്കുക, അതിനുശേഷം എക്സ് കണ്ടുപിടിക്കുക. ദെൻ ഫ്രീക്വൻസി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് തരുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നോർമൽ ഫ്രീക്വൻസി ആയിട്ട് എഴുതുക. ദെൻ ഇവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ചെറുതാക്കുക. ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അസ്യൂംഡ് മീൻ എടുത്തിട്ട് എക്സിനെ ചെറുതാക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് കിട്ടും. പിന്നെ നമുക്ക് എക്സിന്റെ ആവശ്യമില്ല. പിന്നെ എഫും ഡി എക്സും തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിച്ച് എഫ് ഡി എക്സ് കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. ഇത്രയും മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.